ഒരു ബിസിനസ് ഐഡിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഏതൊരു ബിസിനസ്സിനും ആദ്യം വേണ്ടത് എന്താ? അതെ, ബ്രാൻഡ് നെയിം. ചെറുതോ വലുതോ ആവട്ടെ, പക്ഷേ അതിനൊരു പേര് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ലായിരുന്നു കേട്ടോ ഈ പേര് കണ്ടുപിടിക്കൽ. ഫസ്റ്റ് ഞങ്ങളുടെ പേരെല്ലാം ആറിലായതുകൊണ്ട് 6 വെച്ച് തുടങ്ങാമെന്ന് കരുതി. പക്ഷേ കുറേയൊക്കെ തപ്പിത്തടഞ്ഞിട്ടും അത് നടപടിയാവില്ല എന്നുള്ള കാര്യം വൈകിയാണെങ്കിലും ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. പിന്നെ വേറൊരു കാര്യം, എനിക്കെൻ്റെ പേര് ഒരുപാട് ട്രഡീഷണലും ആവാനും പാടില്ല, ഒരുപാട് മോഡേണും ആവാൻ പാടില്ല. അപ്പോൾ അടുത്ത കൺസേൺ എന്തായിരുന്നു? ട്രഡീഷണൽ ആൻഡ് മോഡേൺ. ഇപ്പം കിട്ടും. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു പേരല്ലേ ഇപ്പം കിട്ടും കേട്ടോ. കാരണം ഈ 6 വെച്ച് കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ കുറേയധികം ശ്രമിച്ചായിരുന്നു. എന്തൊക്കെ ആഗ്രഹങ്ങളാണെന്നല്ലേ? ഒരു പേര് കണ്ടുപിടിക്കണം, അത് പിന്നെ ട്രഡീഷണൽ ആവാൻ പാടില്ല, മോഡേൺ ആവാൻ പാടില്ല, 6 തുടങ്ങും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പിന്നെ ഏതെങ്കിലും ലെറ്റർ വെച്ച് കണ്ടുപിടിക്കാന്നുള്ള നിഗമനത്തിൽ എത്തി. ഫൈനലി ഞാനൊരു പേരങ്ങ് കണ്ടുപിടിച്ചു. അടുത്തിനി ലോഗോ വേണം. അപ്പോഴും എൻ്റെ ആഗ്രഹം തീർന്നിട്ടില്ല. ഈ ലോഗോ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും. അപ്പം ഞങ്ങളുടെ പേര് 6 ആയതുകൊണ്ട് എനിക്ക് പേരോ 6 കിട്ടിയില്ല, അപ്പോൾ ലോഗോ എങ്കിലും 6 കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ 6 ലോഗോ ഡിസൈൻ ചെയ്തു. അങ്ങനെ ലോഗോയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയപ്പോഴാണ് അടുത്ത കൺസേൺ. ഈ പേരും ലോഗോയും തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അവർ തമ്മിലൊരു സിങ്ക് വേണ്ടേ? പേരൊരു രീതി, ലോഗോ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതുകൂടെ അത്രയ്ക്ക് സുഖമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ കണ്ടുപിടിച്ച ഈ പേരിൽ എൻ്റെ ലോഗോയുടെ ലെറ്റർ ഉണ്ട്, അതായത് 6 ഉണ്ടായിരുന്നു. അപ്പോൾ ലോഗോയിലും പേരിലും 6 ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി. ബാക്കി ഡിസൈനിങ്ങും കലാപരിപാടികളൊക്കെ എയുടെ ഹെൽപ്പോട് കൂടിയായിരുന്നു. കൂടുതൽ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.